ദൃശ്യത്തിൽ കാണുന്ന റഹീസാണ് ഇപ്പോൾ ഇവിടെ ഈ സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന 3 പേരിൽ ഒരാൾ. ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പൻ നിൽപ്പുണ്ട്. അവിടെ ഈ സിഗ്നൽ സമീർ ബിൻ ഖരീം നമുക്കൊപ്പം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ റഹീസ് ഇന്നലെ ചാലിയാർ പുഴയിലൊക്കെ വ്യാപകമായി തെരച്ചിൽ നടത്തിയ ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സൂചിപ്പാറയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാൾ. എന്താണ് വിശദാംശങ്ങൾ? നിലവിൽ സൂചിപ്പാറയിൽ 3 പേരാണ് കുടുങ്ങിയത്. പോത്തുകല്ല് മുണ്ടേരി സ്വദേശികളായ റഹീസ്, സാലിം, കൊണ്ടോട്ടി സ്വദേശി മോസിൻ. ഇതിൽ റഹീസ്, സാലിം എന്നിവരാണ് കഴിഞ്ഞ അപകടമുണ്ടായ ദിവസം മുതൽ ഇപ്പോൾ വരെ നിലയിൽ കാണാതാവുന്നത് വരെ. സമീർ, നമ്മോട് നേരത്തെ സംസാരിച്ച ആംബുലൻസിന്റെ ഡ്രൈവർ ഷിനോ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ടെലിഫോണിലാണ് ഷിനോ. യഥാർത്ഥത്തിൽ ഈ വനംവകുപ്പ് ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ പ്രചാരണം നടന്നിരുന്നു. എന്നാൽ അവർക്ക് ഇപ്പോഴും സുർജിത്ത് പറയുന്ന അനുസരിച്ച് അടുത്തെത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത്. താങ്കൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്താണ് ഏറ്റവും അവസാനത്തെ വിവരം? ഇപ്പോൾ നിലവിൽ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് ഇസ്രായേലിൽ 2 പേരെ രക്ഷപ്പെടുത്തി സേഫ് ആയിട്ട് ഒരു പാറയുടെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് വനംവകുപ്പ് മരം മുറിച്ചിട്ട് അവരുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണുള്ളത്. ഓക്കെ, അപ്പൊ ഏത് വഴിക്കാണ് അവർ രക്ഷപ്പെടുത്തിയത്? വടം കെട്ടി തന്നെയാണോ? രഞ്ജിത്ത് വടം കെട്ടി താഴെ ഇറങ്ങി ആ വടം അവർക്ക് വലിച്ചു കയറ്റി മറ്റു 2 പേരും സുരക്ഷിതരാണോ? അവർ 2 പേരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയോ? പക്ഷെ അവർ മുകളിലേക്ക് ഏകദേശം 200 മീറ്റർ കുത്തായ പാറയിലൂടെ കയറി വരണം. ഓക്കെ, മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്താൻ വനംവകുപ്പ് അധികൃതർ അടുത്തുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, വനംവകുപ്പുണ്ട്, നമ്മുടെ മിലിറ്ററിക്കാർ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആ ആശ്വാസ വാർത്ത കൂടി വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന് വിശ്വസിക്കാം. എന്തായാലും ഷിനോ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് 3 പേർ കുടുങ്ങിപ്പോയ 3 പേർ 2 പേരെ രഞ്ജിത്ത് ഇസ്രായേൽ തന്നെ രക്ഷപ്പെടുത്തിയെന്നാണ്. അതിൽ ഒരാളാണ് ഇപ്പോൾ ചാലിയാർ പുഴയിൽ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹം റഹീസാണ്. അതിലൊരാൾ. മറ്റൊരാളെ കൂടി വനംവകുപ്പ് വളരെ ഉദ്യോഗസ്ഥന്മാർ അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 3 പേരെയും യഥാവിധം 2 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഒരാളെ കൂടി വനംവകുപ്പ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്ന വാർത്ത പ്രേക്ഷകർക്കൊപ്പം ഉടൻ എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, 2 പേർ രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. സന്തോഷം, പറയൂ. തീർച്ചയായും SKN, ആശ്വാസകരമായ വാർത്ത വരുന്നു. 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ആളുകൾ ഇവിടേക്ക്, അതായത് ഈ രക്ഷാപ്രവർത്തക സംഘത്തിൽ തൊട്ടടുത്തേക്ക് എത്തിയ ആളുകൾ 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് ഇടുക്കിയിലെ കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ ഇടുക്കിയിലെ 5ാം ബറ്റാലിയൻ ഉൾപ്പെട്ട ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ടീമിലെ അംഗങ്ങളാണ്. അതിൽ SI നിബു, അതോടൊപ്പം തന്നെ ഹവിൽദാർ രജീഷ്, അതോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേൽ. ഈ 3 പേർക്ക് മാത്രമാണ് അപ്പുറത്തേക്ക് പുഴ കടന്ന് എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും മറുകരയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും ആംബുലൻസും എല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിൽ എല്ലാ സന്നാഹങ്ങളും പുറത്തുണ്ട്. പക്ഷേ അടുത്തേക്ക് എത്തിയത് 3 പേരാണ്. അത് നിബുവും രജീഷും ഒപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലുമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ 3 പേരെയും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ പതുക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി ഇപ്പുറത്തേക്ക് എത്തിച്ച് അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഷിനോ അവിടെ ഉണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ നിന്നും ഷിനോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 പേരെ രക്ഷപ്പെടുത്തി, ഒരാളെ രക്ഷപ്പെടുത്താൻ വനംവകുപ്പ് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു.